ഇടുക്കി പീരുമേട്ടിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. പീരുമേട് തോട്ടപ്പുരയിൽ താമസിക്കുന്ന സീതയാണ് കൊല്ലപ്പെട്ടത്. കുടുംബത്തോടൊപ്പം കാടിനുള്ളിൽ വനവിഭവം ശേഖരിക്കവെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. സീതയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കാട്ടാനാക്രമണം രൂക്ഷമാകുന്നതിൽ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ്. പീരുമേട്ടിൽ CPM-ന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് ആഷിഖ് ചേരുകയാണ്. ആഷിഖ്, പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇന്ന് ഉച്ചയോട് കൂടിയാണ് സീത എന്ന മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട ആദിവാസി സ്ത്രീ കുടുംബത്തോടൊപ്പം വനവിഭവങ്ങൾ സ്വീകരിക്കാനായി പീരുമേട്ടിൽ വീടിന് സമീപത്തുള്ള കാട്ടിലേക്ക് പോവുകയും കാടിനുള്ളിൽ വെച്ച് കാട്ടാന ആക്രമിക്കുകയും ചെയ്ത് സീതയെ ആക്രമിച്ച് നിലത്തെടുത്ത് എറിയുകയായിരുന്നു. തുടർന്ന് ശബ്ദം കേട്ട് ഓടിയെത്തിയ ഭർത്താവ് ബിനുവിനെയും കാട്ടാന ആക്രമിച്ചു. തുടർന്ന് കാട്ടാന പിൻവാങ്ങിയതിന് ശേഷമാണ് കുടുംബം, 2 കുട്ടികളും ഭർത്താവും ചേർന്ന് ഈ സീതയെ കാടിന് പുറത്തേക്ക് എത്തിക്കുന്നതും പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നതും. പക്ഷേ അപ്പോഴേക്കും സീതയുടെ ജീവൻ നഷ്ടമായിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശം പ്രത്യേകിച്ച് ആദിവാസി മേഖലയാണ്, ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. ഈ പ്രദേശത്ത് നിരന്തരമായി ഇത്തരം കാട്ടാനയുടെ സാന്നിധ്യം മുൻപ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ വനം വകുപ്പ് വേണ്ട രീതിയിലൊരു ഇടപെടൽ നടത്താത്തതിൻ്റെ സാഹചര്യത്തിലാണ് ഈ നിലയിൽ ഒരു സംഭവം ഉണ്ടായത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു വലിയ പ്രതിഷേധം ആ പ്രദേശത്ത് രൂപപ്പെട്ട് ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ CPM പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ അവിടെ ഫോറസ്റ്റ് ഓഫീസിന് നേരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. അതേ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ തന്നെയുള്ള വണ്ടിപ്പെരിയാറിലാണ് ഇന്ന് രാവിലെ ഒരു തോട്ടം തൊഴിലാളി കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ. ഇങ്ങനെ തുടർച്ചയായി കാട്ടാനയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വലിയ പ്രതിഷേധ പരിപാടികൾ അവിടെ ഉണ്ടാകുന്നത്. അതേസമയം വനം വകുപ്പ് ഈ സംഭവത്തിൽ ഒരു വിശദീകരണ കുറിപ്പ് പുറത്തിറക്കി. കോട്ടയം DFO ഇതുമായി ബന്ധപ്പെട്ട വണ്ടിപ്പെരിയാറിൽ പ്രത്യേകം നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഇലക്ട്രിക് ഫെൻസിങ്ങിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് എന്നുമുള്ള വിശദീകരണം നൽകുമ്പോൾ സീതയുടെ മരണത്തിൽ ഉടനടി തന്നെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തും എന്നുമുള്ള ഒരു വിശദീകരണ കുറിപ്പ് കോട്ടയം DFOയുടെ ഭാഗത്തു നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയോടുകൂടി കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ഒരു ആദിവാസി സ്ത്രീക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. നൗഫൽ.